ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. ആഗോള അയ്യപ്പ സംഗമത്തിൽ ചെലവാക്കിയ പണത്തെക്കുറിച്ച് ദേവസ്വം മന്ത്രി നിയമസഭയിൽ നൽകിയ മറുപടിയിലും പൊരുത്തക്കേട്. ദേവസ്വം അക്കൗണ്ടിൽ നിന്ന് ചെലവായ പണം തിരികെ നിക്ഷേപിച്ചു എന്നാണ് മന്ത്രി സഭയെ അറിയിച്ചത്. എന്നാൽ പണം തിരികെ നൽകിയില്ല എന്നാണ് കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത്. അതിനിടെ മുഴുവൻ കണക്കുകളുമായി ഈ മാസം 17-ന് എത്താൻ കരാർ കമ്പനിക്ക് ദേവസ്വം ബോർഡ് നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. വിഷയം ചർച്ച ചെയ്യാൻ ബോർഡ് യോഗവും ചേരും. തിരുവനന്തപുരത്ത് നിന്ന് MG പ്രതീഷാണ് ചേരുന്നത്. വിശദാംശങ്ങളുമായി പ്രതീഷ്, സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടിലുള്ളത് ഏതാണ്ട് 3 കോടിയിലധികം രൂപയുടെ നഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ദേവസ്വം ബോർഡിൽ നിന്ന് നൽകിയ 2 കോടി രൂപ അത് തിരിച്ചു നൽകിയിട്ടുമില്ല. സ്പോൺസർഷിപ്പ് തുകയിൽ നിന്ന് തിരിച്ചടച്ചിട്ടില്ല, തിരിച്ച് ദേവസ്വം ബോർഡിലേക്ക് എത്തിയിട്ടില്ല എന്നതാണ് കോടതിയിൽ നൽകിയ റിപ്പോർട്ട്. പക്ഷേ നിയമസഭയിൽ മന്ത്രി തിരിച്ചാണല്ലോ പറഞ്ഞിരിക്കുന്നത്. ചെലവായ പണം തിരികെ നിക്ഷേപിച്ചുവെന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. വിനീത, തീർച്ചയായും ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ഇടപാടുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ നീങ്ങുന്നില്ല. കാരണം 3,40,00,000 രൂപയുടെ നഷ്ടം ദേവസ്വം ബോർഡിന് ഉണ്ടായി എന്നതാണ് സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടിൽ പറയുന്നത്. പക്ഷേ ദേവസ്വം മന്ത്രി ഈ നിയമസഭാ സമ്മേളനത്തിൽ നിയമസഭയെ അറിയിച്ച മറുപടി, അത് രേഖാമൂലം അറിയിച്ച മറുപടിയിൽ പോലും വലിയ അവ്യക്തതകളുണ്ട്. കാരണം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ആണ് അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട ദേവസ്വം ബോർഡോ സർക്കാരോ ഏതെങ്കിലും തരത്തിൽ പണം നൽകിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യം ചോദിച്ചത്. ആ ചോദ്യത്തിന് ദേവസ്വം മന്ത്രി നൽകിയിരിക്കുന്ന മറുപടിയാണ് ആദ്യഘട്ടത്തിൽ സ്പോൺസർമാരെ കിട്ടാത്തത് കൊണ്ട് ദേവസ്വം ബജറ്റിൽ വകയിരുത്തിയിരുന്ന തുക ഇതിനായി അനുവദിച്ചു, അഡ്വാൻസായി അനുവദിച്ചു. ഈ സ്പോൺസർമാരുടെ പണം കിട്ടിയതോടുകൂടി തന്നെ ഈ പണം തിരികെ നിക്ഷേപിച്ചിട്ടുണ്ട് എന്നുള്ള മറുപടിയാണ് ദേവസ്വം മന്ത്രി നിയമസഭയിൽ നടത്തിയിട്ടുള്ളത്. പക്ഷേ അതിന് ഘടകവിരുദ്ധമായുള്ള റിപ്പോർട്ടാണ് സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുന്നത്. കാരണം ഈ ദേവസ്വം അക്കൗണ്ടിൽ നിന്ന് എടുത്ത പണം തിരികെ അടച്ചിട്ടില്ല. ആ ഇനത്തിൽ ദേവസ്വം ബോർഡിന് ഏകദേശം 3.5 കോടിയോളം രൂപയുടെ നഷ്ടമുണ്ടായി എന്ന റിപ്പോർട്ടിൽ തന്നെ വ്യക്തമാണ്. അങ്ങനെയെങ്കിൽ എങ്ങനെ ദേവസ്വം മന്ത്രിക്ക് നിയമസഭയിൽ ഇത്തരത്തിലൊരു മറുപടി നൽകാൻ കഴിയും? അങ്ങനെ അവ്യക്തതകൾ നിരവധിയുണ്ട്. ഇതിൽ ഈ ദേവസ്വം ബോർഡാണ് ഇപ്പോൾ പ്രധാനമായും വലിയ ആശങ്കയിൽ നിൽക്കുന്നത്. കാരണം ഇത്രത്തോളം നഷ്ടം എങ്ങനെ നികത്തും? ഈ ഹൈക്കോടതിയിൽ ഉൾപ്പെടെ ഇതിനൊരു വിശദീകരണം ദേവസ്വം ബോർഡ് നൽകേണ്ടതുണ്ട്. പുതിയ ഭരണസമിതിയാണ്. കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്താണ് ഇത്തരത്തിൽ പൊരുത്തക്കേടുകളും ക്രമക്കേടും ഒക്കെ തന്നെ നടന്നത്. അതുകൊണ്ട് തന്നെ അതിന് പരിഹാരം കാണുന്നതിന് വേണ്ടിയാണ് ഈ മാസം 17-ാം തീയതി പ്രത്യേക യോഗം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വിളിച്ചു ചേർത്തിരിക്കുന്നത്. അതിൽ ഈ ഉപകരാർ നൽകിയ കമ്പനിയുമായി, ഈ ഊരാലുങ്കൽ ലേബർ സൊസൈറ്റിയുടെ സഹോദര സ്ഥാപനമായ IIC-യുമായാണ് പ്രധാനമായും ചർച്ച നടത്തുന്നത്. മുഴുവൻ കണക്കുകളുമായി ദേവസ്വം ബോർഡ് ആസ്ഥാനത്തെത്താനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഒപ്പം ഓഡിറ്റ് നടത്തിയ സ്വതന്ത്ര സ്ഥാപനത്തെയും ഈ യോഗത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. പരമാവധി തുക ഇവരുമായി സംസാരിച്ച് കുറയ്ക്കാനുള്ള ഒരു നീക്കമാണ് ദേവസ്വം ബോർഡ് ഇപ്പോൾ ആലോചിക്കുന്നത്. ഒപ്പം കൂടുതൽ ഈ വിവാദങ്ങൾ ഉണ്ടായ പശ്ചാത്തലത്തിലാണ് മിക്ക സ്പോൺസർമാരും ഇതിൽ നിന്ന് പിന്മാറിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പണത്തിന് കൃത്യമായൊരു കണക്ക് കണ്ടെത്തി അതിൽ ഈ നഷ്ടം വന്ന തുക എത്രയും വേഗം പരിഹരിച്ച് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകാനാണ് ദേവസ്വം ബോർഡിന്റെ നീക്കം. ശരി, വ്യക്തമാണ്. MG പ്രതീഷാണ് വിശദാംശങ്ങൾ നൽകിയത്. അതായത് കോടതിയിൽ ഒരു കണക്കാണ് നൽകിയത്. അതായത് നഷ്ടം സംഭവിച്ചു, 2 കോടി രൂപ തിരിച്ചടച്ചില്ല എന്നതാണ് കോടതിയിൽ സ്പെഷ്യൽ കമ്മീഷൻ നൽകിയ റിപ്പോർട്ടിൽ കൃത്യമായി തന്നെ പറയുന്നത്. പക്ഷേ ദേവസ്വം മന്ത്രി നിയമസഭയിൽ പറയുന്നത് നോക്കൂ, ഈ പണം തിരികെ കിട്ടിയെന്നതാണ്. അപ്പോൾ അവിടെ തന്നെ ദുരൂഹത തുടരുന്നു. MG പ്രതീഷ് വിശദാംശങ്ങൾ നൽകുന്നത്. ഏതായാലും ഈ അയ്യപ്പ സംഗമത്തിന്റെ സാമ്പത്തിക ഇടപാടുകളിൽ വലിയ ക്രമക്കേടുണ്ടെന്നാണ് ഹൈക്കോടതി തന്നെ നിരീക്ഷിക്കുന്നത്. വരവ് ചെലവ് കണക്കുകളിൽ വലിയ പൊരുത്തക്കേടുണ്ട്. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് കരാർ നൽകിയത് ടെൻഡർ നടപടികൾ പാലിക്കാതെയാണെന്നാണ് കണ്ടെത്തൽ. GST ഇനത്തിലും കണ്ടെത്തിയത് ലക്ഷക്കണക്കിന് രൂപയുടെ കുറവാണ്. ദേവസ്വം ബോർഡ് വിശദീകരണം നൽകണമെന്നാണ് കോടതിയുടെ കർശന നിർദ്ദേശം. സായ്കുമാറാണ് ചേരുന്നത് വിശദാംശങ്ങളുമായി. സായ്കുമാർ, അത്തരത്തിൽ അടിമുടി അവ്യക്തത, പൊരുത്തക്കേട്, അതാണ് ആഗോള അയ്യപ്പ സംഗമത്തിലും നമ്മൾ കാണുന്നത്, അല്ലേ? തീർച്ചയായും വിനീത, ഇന്നലെയാണ് ദേവസ്വം ബെഞ്ചിന് മുന്നിൽ ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ കൊടുത്ത ഈ ഒരു ഓഡിറ്റ് റിപ്പോർട്ട് കോടതിക്ക് മുന്നിൽ എത്തിയത്. അത് പ്രാഥമികമായി പരിശോധിക്കുമ്പോൾ തന്നെ അടിമുടി ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്ന ഒരു നിഗമനത്തിലേക്ക് തന്നെയാണ് ദേവസ്വം ബെഞ്ച് എത്തിയിട്ടുള്ളത്. അതായത് സാമ്പത്തിക അച്ചടക്കം പാലിക്കുന്നതിൽ ഗുരുതരമായ വീഴ്ച ഈ ദേവസ്വം ബോർഡിനുണ്ടായി എന്നുള്ളതാണ് ഇപ്പോൾ ദേവസ്വം ബെഞ്ച് വിലയിരുത്തിയിട്ടുള്ളത്. ഒന്നിനും കൃത്യമായിട്ടുള്ള കണക്കുകളില്ല. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് കരാർ നൽകിയത് തന്നെ ടെൻഡർ നടപടികൾ പാലിക്കാതെയാണ് എന്നാണ് ഈ ഓഡിറ്റ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. അതോടൊപ്പം ബില്ലും വാങ്ങിയ സാധനങ്ങളും തമ്മിൽ വലിയ പൊരുത്തക്കേടുകളുണ്ട്. പരിപാടിക്ക് എത്തിയവർക്ക് നൽകിയ പ്രസാദത്തിന്റെ അളവിൽ പോലും, അതിന് ചിലവാക്കിയ തുകയുടെ കാര്യത്തിൽ പോലും കൃത്യമായ കണക്കുകളില്ല. 150 കിടക്കകൾ വാങ്ങിയതിൽ 50 എണ്ണം കാണാനില്ല എന്നാണ് ഈ ഓഡിറ്റ് റിപ്പോർട്ടിലുള്ളത്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ദേവസ്വം ബോർഡിൽ നിന്നെടുത്ത 2 കോടി രൂപ, അത്
തിരിച്ചടച്ചില്ല എന്നുള്ളതാണ്. അതിന് പണം കണ്ടെത്താൻ സ്പോൺസറെ അടക്കം തേടുന്നു എന്നൊക്കെയുള്ള വിവരങ്ങളുണ്ടായിരുന്നു. പക്ഷേ അത് ആ സ്പോൺസർ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. അത് ദേവസ്വം ബോർഡിൽ നിന്ന് വായ്പയായി എടുത്ത പണമാണ്, അത് തിരിച്ചടക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഗുരുതരമായിട്ടുള്ള സാമ്പത്തിക അച്ചടക്കം ഉണ്ടായിട്ടില്ല ഈ ഒരു പരിപാടിയിൽ എന്നുള്ളതാണ് കോടതി തന്നെ വിലയിരുത്തിയത്. അതിൽ കൃത്യമായിട്ടുള്ള വിശദീകരണം നൽകാനാണ് ഇപ്പോൾ ദേവസ്വം ബോർഡിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എല്ലാം കൃത്യമായിട്ടാണ് ചെയ്യുന്നത് എന്നാണ് ദേവസ്വം ബോർഡ് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ തന്നെ നമ്മളടക്കം പുറത്തുവിട്ട വാർത്തകളിൽ തന്നെ പലതരത്തിലുള്ള ക്രമക്കേടുകൾ ഒന്നിനും കണക്കില്ലാതെ ഒരു ധൂർത്തായി ഇത് മാറുന്നു എന്ന രീതിയിൽ ഇപ്പോൾ പ്രതിപക്ഷത്തിലടക്കം വിമർശനങ്ങൾ വരുമ്പോൾ ഈ കണക്കുകൾ തന്നെയാണ് അവരും ആയുധമാക്കുന്നത്. ഈ ഒരു സാമ്പത്തിക അച്ചടക്കമില്ലായ്മ ഇതിലുണ്ടായി, ഒരു ആർഭാട സ്വഭാവം ഉണ്ടായി എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഈ പുറത്തു വരുന്ന ഓഡിറ്റ് റിപ്പോർട്ട് വരുമ്പോഴും നമുക്ക് വ്യക്തമാകുന്നത്. അത് തന്നെയാണ് വിനീത കോടതിയും ഗൗരവമായി കാണുകയും ദേവസ്വം ബോർഡിനോട് ഇക്കാര്യത്തിൽ വിശദീകരണം ആവശ്യപ്പെടുകയും ചെയ്തിട്ടുള്ളത്. സായികുമാർ, നമുക്കറിയാം ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് പിന്നാലെയാണ് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയും അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും അതിലെ പൊരുത്തക്കേടുകളും അത്ര വലിയ കൊള്ള നടന്നതിന്റെ വിശദാംശങ്ങളും ഒക്കെ പുറത്തു വരുന്നത്. ഇതാ അയ്യപ്പ സംഗമത്തിലെ കണക്കുകളും സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്നു എന്നാണ്. ദേവസ്വം ബോർഡിന്റെ മേൽ മാത്രം പഴിചാരി രക്ഷപ്പെടാനാകില്ല എന്ന നിലയിലാണ് കാര്യങ്ങളല്ലേ? തീർച്ചയായും ഇത് ദേവസ്വം ബോർഡാണ് ഇതിന്റെ മുഖ്യ സംഘാടകരായിരുന്നെങ്കിലും ഇതൊരു സർക്കാരിന്റെ തന്നെ പരിപാടിയായിരുന്നു. അത് ശബരിമലയിൽ നവീകരണ പ്രവർത്തനങ്ങൾ ആലോചിക്കുക എന്നതിനപ്പുറം ഒരു വലിയ രാഷ്ട്രീയ ലക്ഷ്യം കൂടി ഉണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് സർക്കാരിൽ നിന്ന് അകന്നു നിന്നിരുന്ന ഹിന്ദു വോട്ടുകളെ തിരികെ കൊണ്ടുവരിക എന്നുള്ളൊരു വലിയ ലക്ഷ്യം കൂടി അതിനുണ്ടായിരുന്നത്. ആ ലക്ഷ്യം കൈവരിച്ചു. കാരണം NSS നേതാക്കളെ അടക്കം വേദിയിലേക്ക് കൊണ്ടുവരാൻ SNDP അങ്ങനെ സമുദായ സംഘടനകളുടെ എല്ലാം ഒരു പിന്തുണ നേടിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളൊരു വിലയിരുത്തൽ സർക്കാരിന് ആ സമയത്തുണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം വിവാദങ്ങളുടെ ഒരു വലിയ പരമ്പര തന്നെയാണ് സർക്കാരിന് നേരിടേണ്ടി വന്നത്. സ്വർണ്ണപ്പാളി വിവാദമെന്ന് അയ്യപ്പന്റെ സ്വർണം മോഷ്ടിക്കപ്പെട്ടു എന്ന വലിയ വിവാദമുണ്ടായി. അതിൽ സർക്കാരിൻ്റെ CPIMന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ പ്രതിസ്ഥാനത്താകുന്നു. അതിനുശേഷം ഇപ്പോൾ ഇന്ന് ഏറ്റവും ഒടുവിൽ അവിടെയുള്ള ജീവനക്കാർ പോലും അവിടെ വലിയ സാമ്പത്തിക തിരിമറി അടക്കം നടന്നു എന്ന് പോലും ദേവസ്വം ബെഞ്ചിന് കണ്ടെത്തുന്ന സ്ഥിതിയിലേക്കുള്ള കാര്യങ്ങൾ ഒന്നൊന്നായി വരികയാണ്. അപ്പോൾ സർക്കാരിനെ വലിയ പ്രതിരോധത്തിലാക്കിയിരുന്നു. വലിയ പ്രതീക്ഷയോടെ നടത്തിയ ആഗോള അയ്യപ്പ സംഗമം തന്നെ ഇപ്പോൾ സർക്കാരിന് അതിന്റെ ഓഡിറ്റ് റിപ്പോർട്ട് വരുമ്പോഴും തിരിച്ചടിയായി മാറുകയാണ്. ശരി, സായികുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്. അങ്ങനെ ഇതാ ശബരിമല സ്വർണ്ണക്കൊള്ള, അതിനൊപ്പം തന്നെ ആഗോള അയ്യപ്പ സംഗമത്തിലെ കണക്കുകളും സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുകയാണിതാ.